കട്ടപ്പനയിൽ ഓൺലൈൻ ഡെലിവറി ആപ്പ് സേവനത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ യുവാവ് പിടിയിൽ എന്നതാണ് വാർത്ത. തൃശൂർ മുല്ലക്കര സ്വദേശി ശ്രീജിത്തിനെയാണ് 1.5 കിലോ കഞ്ചാവുമായി കട്ടപ്പന എക്സൈസ് പിടികൂടി. പ്രവിത ഹാഷ്മി, ഈ കഞ്ചാവ് വിൽപ്പനയ്ക്ക് വേണ്ടി പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നു എന്നതിന്റെ പുതിയൊരു കാര്യമാണ് ഇന്നിപ്പോൾ കട്ടപ്പനയിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ആമസോൺ ഉൾപ്പെടെയുള്ള ഡെലിവറി ആപ്പുകളുടെ സേവനത്തിന്റെ മറവിലായിരുന്നു ഈ യുവാക്കൾ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 4 മാസം മുമ്പ് കുറച്ചുപേരെ കഞ്ചാവുമായി കട്ടപ്പന എക്സൈസ് പിടികൂടിയിരുന്നു. അതിന് ഇടയിലാണ്, ചോദ്യം ചെയ്യലിനിടയിലാണ് ഇങ്ങനെ ആമസോൺ ഉൾപ്പെടെയുള്ള ഡെലിവറി ആപ്പുകളുടെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്നുള്ള വിവരം എക്സൈസിന് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണം നടന്നു വരികയായിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചും വരികയായിരുന്നു. ഇന്നലെ ഇപ്പോൾ തൃശൂരിൽ നിന്ന് ഈ ശ്രീജിത്ത് വിൽപ്പനയ്ക്ക് വേണ്ടി കഞ്ചാവ് കട്ടപ്പനയിലേക്ക് കാറിൽ കൊണ്ടുവരുമ്പോഴാണ് 1.5 കിലോ കഞ്ചാവായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. ആ കാർ ഉൾപ്പെടെ എക്സൈസ് പിടികൂടുകയും ചെയ്തത്. എന്തായാലും ഈ ശ്രീജിത്തിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പന ഓൺലൈൻ ഡെലിവറി ആപ്പിന്റെ മറവിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കൂടുതൽ അന്വേഷണം ശക്തമാക്കുമെന്നുള്ള കാര്യവും എക്സൈസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.